55ാമത് കേരള സംസ്ഥാന മലയാള ഫിലിം അവാർഡ് 2024 ജൂറിക്ക് വേണ്ടി ഇവിടെ അവർ സമർപ്പിച്ച ഓരോ വിഭാഗത്തിൻ്റെ മേഖലയിൽ ഇപ്പോൾ അവാർഡ് നേടിയിട്ടുള്ള ഭാഗമാണ് ഞാനിവിടെ പ്രഖ്യാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. ജൂറി അംഗങ്ങൾ ചലച്ചിത്ര വിഭാഗത്തിൻ്റെ മേഖലയിൽ അന്തിമ വിധിനിർണ്ണയ സമിതി ശ്രീ പ്രകാശ് രാജ് ചെയർപേഴ്സൺ, ശ്രീ രഞ്ജൻ പ്രമോദ്, ശ്രീ ജിബു ജേക്കബ്, ശ്രീമതി ഭാഗ്യലക്ഷ്മി, ശ്രീമതി ഗായത്രി അശോകൻ, ശ്രീ നിതിൻ ലൂക്കോസ്, ശ്രീ സന്തോഷ് ഇച്ചിക്കാനം, ശ്രീ അജോയ്. പ്രാഥമിക വിധിനിർണ്ണയ സമിതി 1ാം സബ് കമ്മിറ്റി ശ്രീ രഞ്ജൻ പ്രമോദ് ചെയർപേഴ്സൺ, ശ്രീ MC രാജനാരായണൻ അംഗം, ശ്രീ സുബൽ KR അംഗം, ശ്രീമതി വിജയരാജ മല്ലിക അംഗം, ശ്രീ C അജോയ് മെമ്പർ സെക്രട്ടറി. പ്രാഥമിക വിധിനിർണ്ണയ സമിതി 2ാം സബ് കമ്മിറ്റി ശ്രീ ജിബു ജേക്കബ് ചെയർപേഴ്സൺ, ശ്രീ VC അഭിലാഷ്, ശ്രീ രാജേഷ്, ഡോക്ടർ ഷംഷാദ് ഹുസൈൻ, ശ്രീ C അജോയ്. രചനാ വിഭാഗം ശ്രീ മധു എറവങ്കര ചെയർപേഴ്സൺ, ശ്രീ A ചന്ദ്രശേഖർ, ഡോക്ടർ വിനീത വിജയൻ, ശ്രീ C അജോയ്. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 2024 ചലച്ചിത്ര വിഭാഗം ജൂറി റിപ്പോർട്ട്. അത് രചനാ വിഭാഗത്തിൻ്റെ ജൂറി റിപ്പോർട്ടുണ്ട്, രചനാ വിഭാഗം ജൂറി നിർദ്ദേശങ്ങളുണ്ട്, ചലച്ചിത്ര വിഭാഗം ജൂറി നിർദ്ദേശങ്ങളുണ്ട്. ഈ നിർദ്ദേശങ്ങളും റിപ്പോർട്ടും ജൂറി ചെയർമാൻ മറ്റു ബന്ധപ്പെട്ടവരും പറയുന്നതായിരിക്കും നല്ലത്. അത് ഞാനിവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവാർഡ് ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. രചനാ വിഭാഗം അവാർഡുകൾ. മികച്ച ചലച്ചിത്ര ഗ്രന്ഥം, പെൺപാട്ട് താരകൾ, മലയാള സിനിമാ പാട്ടുകളിലെ പെണ്ണാവിഷ്കാരങ്ങൾ. ഗ്രന്ഥകർത്താവ് CS മീനാക്ഷി. 30,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മലയാള ചലച്ചിത്ര ഗാനങ്ങളുടെ അത്ഭുതകരവും ആസ്വാദ്യകരവുമായ വീഥിയിലൂടെ സഞ്ചരിച്ച് സ്ത്രീപക്ഷ പരിപ്രേക്ഷ്യമെന്ന നിശ്ചിതമായ വിശകലന രീതിശാസ്ത്രം അവലംബിച്ച് പൂർവമാതൃകളല്ലാത്ത ലിംഗപഠനത്തിൻ്റെ സൈദ്ധാന്തിക കാഴ്ചക്കോണിലൂടെ ചലച്ചിത്ര പഠനത്തോടൊപ്പം സാംസ്കാരിക പഠനവും നിർവഹിച്ച മൗലിക ഗവേഷണകൃതിക്കുള്ള അംഗീകാരം. 2. മികച്ച ചലച്ചിത്ര ലേഖനം, മറയുന്ന നാലുകെട്ടുകൾ, മലയാള സിനിമയും മാറുന്ന ഭാവുകത്വങ്ങളും. ലേഖകൻ ഡോക്ടർ വത്സൻ വാതുശ്ശേരി. 20,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. നാലുകെട്ടുകളെന്ന വാസ്തുനിർമ്മിതി മലയാള സിനിമയുടെ ഭാവുകത്വ പരിണാമത്തിൽ ചെലുത്തിയ സ്വാധീനം, അതിൻ്റെ ദൃശ്യപരവും സാമൂഹികവും രാഷ്ട്രീയവുമായ വിശേഷണങ്ങളുടെ ആധികാരികമായി ഗവേഷണ പാടവത്തോടെ വിലയിരുത്തുന്ന പാരായണക്ഷമമായ ലേഖനം. 3. പ്രത്യേക ജൂറി പരാമർശം. ലേഖനം സമയത്തിൻ്റെ വിസ്തീർണം. ലേഖകൻ നൗഫൽ മറിയം ബാത്തു. ശില്പവും പ്രശസ്തി പത്രവും. സ്ഥലകാലങ്ങളുടെ കലയായ സിനിമയിൽ സ്ഥലരാശിയെ ക്രിയാത്മകമായി ദൃശ്യവൽക്കരിക്കുകയും സാംസ്കാരികമായി അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയ നവമലയാള സിനിമകളുടെ പശ്ചാത്തലത്തിൽ സൈദ്ധാന്തികമായും കൃത്യതയോടെയും പ്രായോഗിക തലത്തിലും വിശകലനം ചെയ്യുന്ന ലേഖനം. 4. ചലച്ചിത്ര വിഭാഗം അവാർഡുകൾ. പ്രത്യേക ജൂറി അവാർഡ്. ചിത്രം പാരഡൈസ്.
നിർമ്മാതാവ് 1 ആൻറ്റോ ചിറ്റിലപ്പള്ളി, 2 സനിത ചിറ്റിലപ്പള്ളി. സംവിധായകൻ പ്രസന്ന വിദാഗ്നകെ 12,500 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. സംവിധായകൻ 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ശ്രീലങ്കയിലെ രാഷ്ട്രീയ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ജനാധിപത്യ മൂല്യങ്ങൾ അടിയറ വെച്ച് കഴിയേണ്ടി വരുന്ന ജനതയുടെ ജീവിതാവസ്ഥകൾ സ്ത്രീപക്ഷ വീക്ഷണത്തിൽ തീവ്രമായി ആവിഷ്കരിക്കുന്ന ചിത്രം. 5 സ്ത്രീ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക അവാർഡ്. പായൽ കപാഡിയ, ചിത്രം പ്രഭയായി നനച്ചതെല്ലാം, 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മഹാനഗരത്തിലെ ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോഴും പരസ്പരം താങ്ങും തണലുമാവുന്ന സ്ത്രീകളുടെ വൈകാരിക ബന്ധങ്ങളും സങ്കീർണമായ ജീവിതാവസ്ഥകളും തീഷ്ണമായി ആവിഷ്കരിച്ച സംവിധാന പാടവത്തിന്. 6 മികച്ച വിഷ്വൽ എഫക്ട്സ്. 1 ജിതിൻ ലാൽ, 2 ആൽബർട്ട് തോമസ്, 3 അനിരുദ്ധ മുഖർജി, 4 സാലിം ലാഹിർ. ചിത്രം ARM, 12,500 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. 3 വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ കഥാപരിസരങ്ങളെയും ഭാവനാലോകങ്ങളെയും യഥാർത്ഥമായി നിർമ്മിച്ചെടുത്ത് ദൃശ്യ വിസ്മയമൊരുക്കിയ സാങ്കേതിക വൈദഗ്ധ്യത്തിന്. 7 മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ്. ചിത്രം ഫെമിനിച്ചി ഫാത്തിമ, 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. കുടുംബത്തിനകത്തെ അധികാരഘടനയ്ക്കെതിരെ പൊരുതിക്കൊണ്ട് സാമ്പത്തിക സ്വയം പര്യാപ്തതയിലൂടെ സ്വയം ശാക്തീകരിക്കുന്ന ഒരു സാധാരണ സ്ത്രീയുടെ ജീവിതം ലളിതവും നർമ്മമധുരവുമായി അവതരിപ്പിച്ച സംവിധാന പാടവത്തിന്. 8 ജനപ്രീതിയും കലാമേന്മയുമുള്ള മികച്ച ചിത്രത്തിനുള്ള പ്രത്യേക അവാർഡ് നിർമ്മാതാക്കൾ. ചിത്രത്തിനുള്ള അവാർഡ് പ്രേമല്ലു. നിർമ്മാതാക്കൾ ഫഗത് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ. സംവിധായകൻ ഗിരീഷ് AD. നിർമ്മാതാവിന് 33,333 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. സംവിധായകൻ 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. സമകാലിക കേരളീയ കൗമാരത്തിൻ്റെ പ്രണയവും പ്രണയ നിരാസവും പ്രതീക്ഷകളും നർമ്മരസം നിലനിർത്തിയും കലാമൂല്യം ചോർന്നു പോകാതെയും ചിത്രീകരിച്ച ജനപ്രിയ ചിത്രം. 9 മികച്ച നൃത്ത സംവിധാനം. 2 പേർക്കായിട്ടാണ്. 1 സുമേഷ് സുന്ദർ, 2 ജിഷ്ണുദാസ് MV. ചിത്രം ബൊഗെയിൻ വില്ല, 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മുഖ്യ കഥാപാത്രത്തിൻ്റെ മനോനിലയെ പ്രതിഫലിപ്പിക്കുന്ന താളാത്മകമായ ചുവടുകളൊരുക്കിയ നൃത്ത സംവിധാന പാടവത്തിന്. മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റ് പെൺ സയനോര ഫിലിപ്പ്. ചിത്രം ബറോസ്, ഗാർഡിയൻ ഓഫ് ട്രഷേഴ്സ് 3D. കഥാപാത്രം മുവസ്സി മരിയ, 50,000 രൂപ ശില്പവും പ്രശസ്തി പത്രവും. മുവസ്സി മരിയ എന്ന ദുർമന്ത്രവാദിനിയായ കഥാപാത്രത്തിൻ്റെ രൂപഭാഗങ്ങൾക്കനുസരിച്ച് ശബ്ദം പകർന്ന പ്രകടന മികവിന്. മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റ് ആണ് ഫാസി വൈക്കം അല്ലെങ്കിൽ രാജേഷ് OB. ചിത്രം ബറോസ്, ഗാർഡിയൻ ഓഫ് ട്രഷേഴ്സ് 3D. കഥാപാത്രം വൂഡു, 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. വൂഡു എന്ന ആനിമേഷൻ കഥാപാത്രത്തിൻ്റെ സ്വഭാവ വ്യാഖ്യാനത്തിന് ഉതകും വിധം ശബ്ദം പകർന്ന മികവിന്. പന്ത്രണ്ട് മികച്ച വസ്ത്രാലങ്കാരം. സമീറ സനീഷ്. ചിത്രം രേഖാചിത്രം 2 ബൊഗെയിൻ വില്ല, 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. കഥാപാത്രങ്ങളുടെ മനോവ്യാപാരങ്ങളുടെ ഗതിവിഗതികൾക്കനുസരിച്ചും പോയ കാലങ്ങളെ അന്നത്തെ ഉടുത്തുരുക്കങ്ങളുടെ വൈവിധ്യങ്ങളാലും നെയ്തെടുത്ത വസ്ത്രാലങ്കാര ചാരുതയ്ക്ക്. 13 മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് റോണക് സേവ്യർ. ചിത്രങ്ങൾ ബൊഗെയിൻ വില്ല, ഭ്രമയുഗം, 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. കഥാപരിസരത്തോട് തികഞ്ഞ നീതി പുലർത്തിക്കൊണ്ട് വിവിധ കഥാപാത്രങ്ങളുടെ
ഭാവരൂപ പകർച്ചകളെ സ്വാഭാവികമായി ചമയിച്ചൊരുക്കിയ കലാപാടവത്തിന്. 14 മികച്ച പ്രോസസ്സിംഗ് ലാബ് കളറിസ്റ്റ് ശ്രീ വാര്യർ, പോയറ്റിക് ഹോം ഓഫ് സിനിമ. ചിത്രങ്ങൾ മഞ്ഞുമ്മൽ ബോയ്സ്, ബൊഗെയിൻ വില്ല. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. കഥാപശ്ചാത്തലത്തിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ച് കൃത്യമായ വർണ്ണ പരിചരണം നടത്തിയ വൈദഗ്ധ്യത്തിന്. 15 മികച്ച ശബ്ദ രൂപകൽപ്പന. അത് 2 പേർക്കാണ്. 1 ഷിജിൻ മെൽവിൻ ഹട്ടൻ, 2 അഭിഷേക് നായർ. ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും വീതം. കഥയുടെയും കഥാപാത്രങ്ങളുടെ ആഖ്യാന ശൈലിക്ക് ഉതവും വിധം ശബ്ദ ശകലങ്ങളെ സൂക്ഷ്മമായി തിരഞ്ഞെടുത്ത് കൃത്യമായി ഉപയോഗിച്ച സ്വനരൂപ കൽപ്പനയ്ക്ക്. 16 മികച്ച ശബ്ദ മിശ്രണം. അതും 2 ആൾക്കാണ്. ഫസൽ എ ബക്കർ, 2 ഷിജിൻ മെൽവിൻ ഹട്ടൻ. ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. വിവിധ ശബ്ദശകലങ്ങളെയും സംഗീതത്തെയും കഥാപശ്ചാത്തലത്തിന് യോജിക്കും വിധം കൃത്യതയോടെയും സൂക്ഷ്മതയോടെയും സമന്വയിപ്പിച്ച ശബ്ദ മിശ്രണ വൈദഗ്ധ്യത്തിന്. 17 മികച്ച സിംഗ് സൗണ്ട് അജയൻ അഡാട്ട്. ചിത്രം പണി. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ആൾക്കൂട്ടം നിറഞ്ഞ കഥാപരിസരങ്ങളിൽ നിന്നും ശബ്ദങ്ങളെ അതിസൂക്ഷ്മമായി പകർത്തിയെടുത്ത് സ്വാഭാവികതയും വിശ്വാസ്യതയും വർദ്ധിപ്പിച്ച തത്സമയ ശബ്ദലേഖന പാടവത്തിന്. മികച്ച കലാസംവിധായകൻ അജയൻ ചാലിശ്ശേരി. ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ഗുണാകേവിൻ്റെ ദുരൂഹമായ ആഴങ്ങളെയും അകത്തളങ്ങളെയും സിനിമയ്ക്ക് അനുയോജ്യമായ രീതിയിൽ യാഥാർത്ഥ്യബോധം ജനിപ്പിക്കും വിധം പുനർനിർമ്മിച്ച കലാസംവിധാന പാടവത്തിന്. 19 മികച്ച ചിത്ര സംയോജകൻ സൂരജ് ES. ചിത്രം കിഷ്കിണ്ട കാണ്ഡം. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. പതിവ് ത്രില്ലറുകളിൽ നിന്ന് വ്യത്യസ്തമായി മന്ദഗതിയിലുള്ള ആഖ്യാന രീതി അവലംബിച്ച് ചിത്രത്തിലെ ദുരൂഹതകളുടെ വെളിപ്പെടുത്തലുകളെ ഉദ്വേഗജനകമായി അടുക്കി വെച്ച ദൃശ്യ സംയോജന പാടവത്തിന്. 20 മികച്ച പിന്നണി ഗായിക പെൺ സെബ ടോമി. ചിത്രം ഗാനം ആരോരും കേറിടാത്തൊരു ചില്ലയിൽ. ചിത്രം ആ. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ആലാപനത്തിൻ്റെ പശ്ചാത്തലവും തദ്ദേശീയവുമായ ധാരകളെ അതിവിദഗ്ധമായി സമന്വയിപ്പിക്കുന്ന സ്വരമാധുരിയിലൂടെ മികച്ച ശ്രവ്യാനുഭവം പകർന്നതിന്. മികച്ച പിന്നണി ഗായകൻ ആൺ KS ഹരിശങ്കർ. ഗാനം കിളിയെ എന്ന് തുടങ്ങുന്ന ഗാനം. ചിത്രം ARM. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ഒരു മനോഹര പ്രണയഗാനത്തിൻ്റെ ഹൃദയകാരിയായ ആലാപന ചാരുതയ്ക്ക്. 22 മികച്ച സംഗീത സംവിധായകൻ പശ്ചാത്തല സംഗീതം ക്രിസ്റ്റോ സേവ്യർ. ചിത്രം ഭ്രമയുഗം. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ചിത്രത്തിൻ്റെ ഇരുണ്ടതും ഭീതിതവും ദുരൂഹവുമായ കഥാപരിസരത്തെ അനുഭവിപ്പിക്കുന്ന സംഗീത സന്നിവേശ പാടവത്തിന്. മികച്ച സംഗീത സംവിധായകൻ ഗാനങ്ങൾ സുഷിൻ ശ്യാം. ഗാനങ്ങൾ 1 മറവികളെ പറയൂ, 2 ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി. ചിത്രം ബൊഗെയിൻ വില്ല. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. വളരെ വ്യത്യസ്തവും മനോഹരവുമായ 2 ഗാനങ്ങൾക്ക് ശ്രവണമധുരമായ ഈണം പകർന്ന സംഗീത സംവിധാന പാടവത്തിന്. മികച്ച ഗാനരചയിതാവ് വേടൻ. ഗാനം കുതന്ത്രം. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം. ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളുടെ
പാർശ്വവൽകൃത ജീവിതത്തിലെ സഹനങ്ങളെയും സന്തോഷങ്ങളെയും പുതിയ ബിംബങ്ങളിലൂടെ തേച്ചുമിനുക്കാത്ത വാക്കുകളിലേക്ക് പകർത്തിയെടുത്ത രചനാ മികവിന് 25 മികച്ച തിരക്കഥ. 1 ലാജോ ജോസ് അഡാപ്റ്റേഷൻ, 1 ലാജോ ജോസ്, 2 അമൽ നീരത്. ചിത്രം ബൊഗെയിൻ വില്ല. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. സൈക്കോളജിക്കൽ ത്രില്ലർ ഗണത്തിൽപ്പെട്ട റൂത്തിന്റെ ലോകം എന്ന നോവലിന്റെ അന്തസത്ത ചോർന്നു പോകാതെ ദൃശ്യഭാഷയിലേക്ക് മാറ്റി എഴുതിയ അനുവർത്തന മികവിന് 26 മികച്ച തിരക്കഥാകൃത്ത് ചിദംബരം. ചിത്രം മഞ്ഞുമൽ ബോയ്സ്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ഒരു യഥാർത്ഥ സംഭവത്തെ അതിൻ്റെ ഉദ്വേഗം ചോർന്നു പോകാതെ നിരവധി കഥാപാത്രങ്ങളുടെ ജീവിത സന്ദർഭങ്ങളിലൂടെ ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച രചനാ പാടവത്തിന് 27 മികച്ച ഛായാഗ്രാഹകൻ ഷൈജു ഖാലിദ്. ചിത്രം മഞ്ഞുമൽ ബോയ്സ്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. വ്യത്യസ്ത സമയങ്ങളിലെയും കാലാവസ്ഥകളിലെയും ദൃശ്യങ്ങളെ അനുയോജ്യമായ ലൈറ്റിങ്ങിലൂടെ തികച്ചും സ്വാഭാവികമായി പകർത്തിയ ഛായാഗ്രഹണ മികവിന് 28 മികച്ച കഥാകൃത്ത് പ്രസന്ന വിതാനങ്കെ. ചിത്രം പാരഡൈസ്. 50,000 രൂപ ശില്പവും പ്രശസ്തി പത്രവും. വിനോദസഞ്ചാരികളായി വന്ന മലയാളി ദമ്പതികളുടെ അനുഭവങ്ങളിലൂടെ ശ്രീലങ്കയുടെ രാഷ്ട്രീയ പ്രതിസന്ധി അതിസൂക്ഷ്മമായി ആവിഷ്കരിച്ച കഥന മികവിന് മികച്ച സ്വഭാവ നടി ലിജോ മോൾ ജോസ്. ചിത്രം നടന്ന സംഭവം. 50,000 രൂപ ശില്പവും പ്രശസ്തി പത്രവും. കുടുംബത്തിലും സമൂഹത്തിലും അപമാനിതയാവുന്ന ഒരു സ്ത്രീ സ്വയം കരുത്താർജിക്കുകയും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിൻ്റെ സ്വാഭാവിക ആവിഷ്കാരത്തിന് മികച്ച സ്വഭാവ നടൻ 2 ആൾക്കാണ്. 1 സൗബിൻ ഷാഹിർ, 2 സിദ്ധാർത്ഥ് ഭരതൻ. ചിത്രങ്ങൾ 1 മഞ്ഞുമൽ ബോയ്സ്, 2 ഭ്രമയുഗം. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മുന്നിൽ വരുന്ന പ്രതിസന്ധികളെ സധൈര്യം നേരിടുകയും സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് സൗഹൃദത്തിനായി നിർഭയം നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു കഥാപാത്രത്തിൻ്റെ ഹൃദയകാരിയായ ആവിഷ്കാരത്തിന് അധികാരത്തിൻ്റെ ഭ്രമലോകത്തിനകത്ത് ദേശകാലങ്ങൾ മറന്ന് തടവുകാരനായി കഴിയേണ്ടി വന്ന ഒരു യുവാവിൻ്റെ അതിജീവന ശ്രമത്തെ തന്മയത്വത്തോടെ അവതരിപ്പിച്ചത്. 31 മികച്ച സംവിധായകൻ ചിദംബരം. ചിത്രം മഞ്ഞുമൽ ബോയ്സ്. 2 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ഒരു യഥാർത്ഥ സംഭവത്തെ കലാപരത ചോർന്നു പോകാതെ സിനിമയുടെ ദൃശ്യഭാഷയിലേക്ക് കൊണ്ടുവരികയും എല്ലാ സാങ്കേതിക വിഭാഗങ്ങളെയും സർഗാത്മകമായി സമന്വയിപ്പിക്കുകയും ചെയ്ത സംവിധാന പാടവത്തിന് 32 മികച്ച രണ്ടാമത്തെ ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. സംവിധാനം ഫാസിൽ മുഹമ്മദ്. നിർമ്മാതാക്കൾ സുധീഷ് കറിയ, താമർ KV. നിർമ്മാതാക്കൾക്ക് 75,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. സംവിധായകർ 1.5 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും. തീരദേശത്തെ ഒരു വീട്ടമ്മയുടെ ജീവിതാനുഭവങ്ങളിലൂടെ പുരുഷാധിപത്യം, മതപൗരോഹിത്യം എന്നിവയെ പ്രതിക്കൂട്ടിൽ നിർത്തി സൂക്ഷ്മമായി വിചാരണ ചെയ്യുന്ന ചിത്രം. ഒരു സ്ത്രീ സ്വയം പര്യാപ്തത കൈവരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതിൻ്റെ സ്വാഭാവിക നർമ്മത്തിലൂന്നിയ രസകരമായ ആഖ്യാനത്തിന് മികച്ച ചിത്രം മഞ്ഞുമൽ ബോയ്സ്. സംവിധാനം ചിദംബരം. നിർമ്മാതാക്കൾ ഷോൺ ആന്റണി, സൗബിൻ ഷാഹിർ, ബാബു ഷാഹിർ. നിർമ്മാതാക്കൾക്ക് 66,666 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. സംവിധായകന് 2 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലെ അഗാധകൃത്യത്തിൽ അകപ്പെട്ടു പോകുന്ന സമൂഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ ഒരു സംഘം പോകുന്ന സുഹൃത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ ഒരു സംഘം യുവാക്കൾ നടത്തുന്ന ആത്മാർത്ഥമായ പരിശ്രമത്തിൻ്റെ ഹൃദയകാരിയായ ആവിഷ്കാരം. സൗഹൃദത്തിൻ്റെയും സഹജീവി സ്നേഹത്തിൻ്റെയും ആഴങ്ങളെ സൂക്ഷ്മമായി അടയാളപ്പെടുത്തുന്ന പ്രമേയത്തിൻ്റെ ശക്തമായ അവതരണത്തിന് പ്രത്യേക ജൂറി പരാമർശം
34 അഭിനയം ജ്യോതിർമയി, ചിത്രം ബൊഗെയിൻ വില്ല, ശില്പവും പ്രശസ്തി പത്രവും. ഓർമ്മയുടെയും മറവിയുടെയും രഹസ്യങ്ങളുടെയും ഇടയിൽപ്പെട്ടു പോകുന്ന ഒരു സ്ത്രീയുടെ സങ്കീർണമായ മനോവ്യാപാരങ്ങളെ തീഷ്ണമായി ആവിഷ്കരിച്ചതിന് പ്രത്യേക ജൂറി പരാമർശം. 35 അഭിനയം ദർശന രാജേന്ദ്രൻ, ചിത്രം പാരഡൈസ്, ശില്പവും പ്രശസ്തി പത്രവും. ദേശം, ദാമ്പത്യം എന്നിവയിലെ അരാഷ്ട്രീയത്തിനെതിരെ മനുഷ്യത്വത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ശക്തമായി പ്രതികരിക്കുന്ന ഒരു സ്ത്രീ കഥാപാത്രത്തിന്റെ പ്രകടന മികവിന് 36 വെള്ളം കുടിക്കട്ടെ. മികച്ച നടി ഷംല ഹംസ, മികച്ച നടി ഷംല ഹംസ, ചിത്രം ഫെമിനിച്ചി ഫാത്തിമ, 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. പുരുഷാധികാരത്തിന്റെയും മത പൗരോഹിത്യത്തിന്റെയും ഇടയിൽപ്പെട്ട് ഞെരുങ്ങുന്ന ഒരു സ്ത്രീയുടെ സഹനങ്ങളും സ്വാതന്ത്ര്യ പ്രഖ്യാപനവും അയതിന് ലളിതമായി അഭിനയിപ്പിച്ച അഭിനയ മികവിന് പ്രത്യേക ജൂറി പരാമർശം. 37 അഭിനയം ടൊവിനോ തോമസ്, അഭിനയം ടൊവിനോ തോമസ്, ചിത്രം ARM, ശില്പവും പ്രശസ്തി പത്രവും. 3 വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ 3 കഥാപാത്രങ്ങളെ വേറിട്ട ശരീരഭാഷയിലൂടെ ഭാവതീവ്രമായി അവതരിപ്പിച്ച അഭിനയ മികവിന് 38 പ്രത്യേക ജൂറി പരാമർശം. അഭിനയം ആസിഫ് അലി, അഭിനയം ആസിഫ് അലി, ചിത്രം കിഷ്കിണ്ട കാണ്ഡം, ശില്പവും പ്രശസ്തി പത്രവും. കുടുംബത്തിലെ ഒരു രഹസ്യത്തിന്റെ നിഗൂഢതയിൽ അകപ്പെട്ടു പോയ ഒരു യുവാവിന്റെ നിസ്സഹായാവസ്ഥയും യാവുലതകളും വികലതകളും തികച്ചും സ്വാഭാവികമായി അവതരിപ്പിച്ചതിന് 39 ലാസ്റ്റ്. മികച്ച നടൻ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി, പ്രിയപ്പെട്ട മമ്മൂക്ക. മികച്ച നടൻ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി, പ്രിയപ്പെട്ട മമ്മൂക്ക. ചിത്രം ഭ്രമയുഗം, 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. കൊടുമൺ, പോറ്റി, ചാത്തൻ എന്നീ 2 കഥാപാത്രങ്ങളെ ഏക ശരീരത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് അധികാരത്തിനകത്തെ പൈശാചികതയെ അതിശക്തമായും സൂക്ഷ്മമായും ആവിഷ്കരിച്ച ഭാവാഭിനയ മികവിന് താരപദവിയും പ്രതിച്ഛായയും മറന്ന് ഉടലിനെ അഭിനയ പരീക്ഷണത്തിന്റെ ഉപാധിയാക്കാനായി എടുത്തണിഞ്ഞ പ്രതിനായക വേഷത്തിന്റെ പാർനാട്ട പൂർണ്ണതയ്ക്ക് ഇത്രയും അവാർഡുകൾ നേടിയ എല്ലാ കലാകാരന്മാരെയും സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടിയും സാംസ്കാരിക വകുപ്പിന് വേണ്ടി ഞാൻ അഭിനന്ദിക്കുന്നു.